നമസ്കാരം. പാകിസ്ഥാനിൽ പ്രതിഷേധത്തിന്റെ തീ കൊടുങ്കാറ്റിൽപ്പെട്ട് കാട്ടുതീയായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഭരണകൂടം സൈന്യത്തെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കും നെറികേടിനുമെതിരെ സാധാരണ ജനം പ്രതിഷേധമുയർത്തുന്ന സമയമെത്തിയതോടുകൂടി ഭരണകൂടത്തിന്റെ അടിത്തറയിളകി ആടിയുലയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇനി ഒരിക്കലും നടുനിവർത്തി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഭരണകൂടത്തിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ച് സൈന്യത്തിനെതിരായുള്ള അമർഷം അതിവേഗം വളരുന്നുവെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങളെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അടുത്തിടെ ഗാസ സമാധാന കരാറിനെതിരെ പ്രതിഷേധിച്ച തെഹ്രീകെ ലബൈക്ക് പാകിസ്ഥാൻ എന്ന സംഘടനയിലെ അംഗങ്ങളെ പാക് സുരക്ഷാ സേന ക്രൂരമായി അടിച്ചമർത്തിയപ്പോൾ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. മുറിയക്കയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന 40 TLP പ്രവർത്തകരാണ് സുരക്ഷാ സേനയുടെ നടപടിയിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ഒക്ടോബർ 17 ലാഹോറിലെ ദാദാ ദർബാറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് TLP പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഫ്ഗാൻ താലിബാൻ TLPയുമായി ബന്ധപ്പെട്ട് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മോശമായി തുടരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ താലിബാൻ ഇടപെടുന്നത്. TLPക്ക് പിന്തുണയുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയും രംഗത്തു വന്നിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖയിലുമുള്ള പ്രശ്നങ്ങൾ. ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് ആർമി, തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്നീ ഭീകര സംഘടനകൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ആക്രമണങ്ങളാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ പാക് അധീന കശ്മീരിലും ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പാക് അധീന കശ്മീരിലെയും മുറിയക്കയിലെയും പ്രക്ഷോഭങ്ങളെ പാക് ഭരണകൂടവും സൈനിക നേതൃത്വവും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് എന്നാൽ ശ്രമിച്ചത്. ഇതിലൂടെ പ്രക്ഷോഭങ്ങൾ താൽക്കാലികമായി ശമിച്ചുവെങ്കിലും പാകിസ്ഥാൻ ആശങ്കപ്പെടാൻ ഇനിയുമേറെയുണ്ട്. എല്ലായ്പ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാകില്ല. താമസിയാതെ ഒരു തകർച്ചാഘട്ടം വരിക തന്നെ ചെയ്യും. അസംതൃപ്തരായ ഈ ശബ്ദങ്ങളെല്ലാം ഒന്നിക്കുന്ന സാഹചര്യത്തെ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമെന്ന് സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. TLP, TTP, BLA പോലുള്ള സംഘടനകൾ മാത്രമല്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരും രാജ്യത്തെ അവസ്ഥയിൽ രോക്ഷാകുലരാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇമ്രാൻഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും അറസ്റ്റ് ചെയ്തതും ജനങ്ങൾക്കിടയിൽ അമർഷത്തിനിടയാക്കിയ പ്രധാന സംഭവമാണ്. ഇതിനു പുറമെയാണ് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ജനങ്ങൾക്ക് ഭരണകൂടത്തിനുള്ള അതൃപ്തി വളർത്തിയതും. പാകിസ്ഥാനിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നുവെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാൻ താലിബാൻ TLPയുമായി ബന്ധപ്പെട്ടതോടെ എല്ലാ ഭരണകൂട വിരുദ്ധ ശക്തികളും പാകിസ്ഥാൻ സർക്കാരിനെതിരെ പോരാട്ടത്തിൽ ഒന്നിക്കുമെന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തൽ. അനുയോജ്യമായ സമയം വന്നാൽ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത് പ്രക്ഷോഭമോ സായുധ കലാപമോ ആയിരിക്കുമെന്നാണ് സൂചന. ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നതിന്റെ വക്കിലാണ് എന്നാണ് അവസാനഘട്ട റിപ്പോർട്ടുകൾ. പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സൈന്യം ബലം പ്രയോഗിക്കുകയോ വെടിവയ്പ് നടത്തുകയോ ചെയ്താൽ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി മാറും. TTPയുടെയും BLAയുടെയും ആക്രമണങ്ങൾ മൂലം പാക് സൈന്യത്തിന് ആത്മവീര്യം കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. ഇതിനു പുറമെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നതിനാലാണ് ജാഗ്രത പാലിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മോദി അധികാരത്തിലിരിക്കുന്ന കാലത്തു തന്നെ കശ്മീരിന്റെ ഒരു തരി മണ്ണില്ലാതെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കശ്മീരിൽ പൂർണ്ണമായും ഇന്ത്യയുടെ കൊടി പാറിക്കുന്ന ദിവസം വിദൂരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച